54 വർഷം. അങ്ങനെ 54 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് പോവുകയാണ്. വെറുതെ അല്ല, വളരെ വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ഉദ്ദേശങ്ങളോട് കൂടിയാണ് പോകുന്നത് എന്നാണ് നാസ പറയുന്നത്. ഇത് നാസയുടെ മാത്രം മിഷനല്ല. നാസ മുൻകൈയെടുത്ത് ആർടെമിസ് അക്കോർഡിൽ ഒപ്പുവെച്ച ഒരുപാട് രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് ആക്ച്വലി മനുഷ്യനെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാനുള്ള ഈ പദ്ധതി നടക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലോഞ്ച് എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം ഇവൻ്റാണ്. ചരിത്ര പുസ്തകങ്ങളിൽ എഴുതാൻ പോകുന്ന വളരെയധികം പ്രാധാന്യമുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൻ്റെ ഇടയ്ക്കും ഇത് പ്രോപ്പർലി നടക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏപ്രിൽ 2-ാം തീയതി രാവിലെയാണ് ഇന്ത്യൻ സമയം നോക്കുമ്പോൾ നമുക്കിതിൻ്റെ ലോഞ്ച് വരുന്നതെങ്കിലും അമേരിക്കൻ ടൈം അത് ഏപ്രിൽ 1-ാം തീയതി അവരുടെ ഈവനിങ് ടൈമാണ്. നമുക്കറിയാം ഈ മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയത് ജൂലൈ 20 ജൂലൈ 21 പറയുന്നുണ്ട്. അതിൻ്റെ വ്യത്യാസം നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ഒരു ദിവസത്തെ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. ഈ സ്പേസ് ലോഞ്ച് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ വലിപ്പവും അന്നത്തെ 54 വർഷം മുമ്പുള്ള ടെക്നോളജിയും ഇതും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. സോ മനുഷ്യരെയും കൊണ്ട് ബഹിരാകാശത്തേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ കൊണ്ടുപോയാൽ മാത്രം പോരാ, അവിടെ ചെന്ന് തിരിച്ചു വരാനുള്ള സാധനം ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകണം. ഈ യാത്രയിൽ ഉടനീളമുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ റോക്കറ്റ് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. വെറുതെ ഒരു സാറ്റലൈറ്റോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനോ വരെ അല്ല പോകുന്നത്. ഭൂമിയും വിട്ട് പിന്നെ 3-3.5 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച് ചന്ദ്രനിൽ പോയിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയോ ഇറങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഇതിപ്പോൾ ഇറങ്ങുന്നില്ല. പകരം ചന്ദ്രനെ ചുറ്റിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അവരുപയോഗിക്കുന്നത് സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്ന പുതിയ ടൈപ്പ് റോക്കറ്റാണ്. അപ്പോളോ മിഷനിൽ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചത് സാറ്റേൺ 5 എന്ന് പറയുന്ന റോക്കറ്റായിരുന്നു. അതാണ് മനുഷ്യൻ ഉണ്ടാക്കിയതിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ വലിപ്പമുള്ള റോക്കറ്റ്. പക്ഷേ അതിനേക്കാൾ 15% അധികം കരുത്തുള്ള, അതായത് ഏകദേശം 88 ലക്ഷം പൗണ്ട് ത്രസ്റ്റുള്ള ഒരു റോക്കറ്റാണ് മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനിലേക്ക് പോയിരിക്കുന്നത്. 54 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഇത് വളരെ വിജയകരമായിട്ട് ആഘോഷിക്കുന്നതിന് ആവശ്യമുണ്ടോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എസ്പെഷ്യലി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് ഫേക്കാണ് എന്ന് സാധാരണക്കാർ ഒരുപാട് വിശ്വസിക്കുന്ന ഈ കാലത്ത്. സോ ഇതൊരു വലിയ നേട്ടമാണോ? ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ വൈകി ഓടുന്ന കോടിക്കണക്കിന് ഡോളറിൻ്റെ അധികം ചിലവ് വരുന്ന ഒരു ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ഇതിനെ കാണാൻ പറ്റുക. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് എന്ന് പറയുമ്പോഴും പഴയ സ്പേസ് ഷട്ടിലിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ വെച്ച്, അതായത് സ്പേസ് ഷട്ടിൽ അറിയാമല്ലോ, കൽപ്പന ചൗള മരിച്ചുപോയ കൊളംബിയ, പൊട്ടിത്തെറിച്ച ചലഞ്ചർ, പിന്നെ അതുപോലെ ഡിസ്കവറി, അങ്ങനെ കുറച്ച് സ്പേസ് ഷട്ടിലുകൾ ഉണ്ടായിരുന്നു നമുക്ക്. ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചതിന് ശേഷം ഒരു വിമാനം പോലെ റൺവേയിൽ പറന്നിറങ്ങുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന സാധനം. അവർ കുറേ നാൾക്ക് ശേഷം, ഈ അപകടമൊക്കെ നടന്ന് കുറേ നാൾക്ക് ശേഷം അത് ഡീകമ്മീഷൻ ചെയ്തു. സോ അതിലുപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടിയാണ് ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുന്ന ആർടെമിസ് 2 മിഷന് വേണ്ടിയിട്ടുള്ള പദ്ധതി അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു മിഷൻ ചന്ദ്രനെ ചുറ്റി ചന്ദ്രൻ്റെ ഫാർ സൈഡ് നമുക്ക് കാണാൻ കഴിയാത്ത ഭാഗത്തു കൂടി തിരിച്ച് ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ 10 ദിവസം യാത്ര വരും. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്ക്, ജെറമി ഹാൻസൺ, അങ്ങനെ 4 പേരാണ് ചന്ദ്രനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രനിലേക്ക് നേരെ പോകാതെ ഭൂമിക്ക് മുകളിൽ ഒരു പാർക്കിംഗ് ലൂപ്പിൽ ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് ഇവർ ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കുന്നത്. നാസ വളരെ കരുതലോട് കൂടിയാണ് നീങ്ങുന്നത്. ഈ ഒരു ഫ്രീ റിട്ടേൺ ട്രാജക്ടറി എന്ന് പറയുന്നതിന് ഒരുപാട് ഗുണങ്ങളും ദോഷമുണ്ട്. $4 ബില്യൺ ചെലവാക്കിയാണ് ഈ ഒരു പർട്ടിക്കുലർ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ചൊവ്വയിലേക്ക് പോവുക എന്നുള്ള ലക്ഷ്യമാണ് അവർക്ക് പ്രധാനമായിട്ടും ഉള്ളത്. നമ്മൾ ഈ കാണുന്ന ലോഞ്ചിലെ വീഡിയോയിൽ കാണുന്ന ഓറഞ്ച് റോക്കറ്റ് ബോഡി ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സ്പാർക്ക് വരുന്ന ഭാഗത്ത് കുറച്ച് റോക്കറ്റ് എൻജിൻസ് കാണാൻ പറ്റും. അവിടെ 4 എൻജിനുകളാണ് പ്രധാനമായിട്ടും കാണാൻ പറ്റുക. അതിനെയാണ് RS-25 എന്ന് വിളിക്കുന്നത്. ഇതൊരു പഴയ ഡിസൈൻ പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ല, മറിച്ച് ഈ 4 എണ്ണത്തിൽ 3 എഞ്ചിനുകൾ പഴയ സ്പേസ് ഷട്ടിലിൽ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് സാധനമാണ്. അതായത് മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന പഴയ ടെക്നോളജി, കുറച്ച് പഴക്കമുള്ള ടെക്നോളജി അടങ്ങിയ സ്പേസ് ഷട്ടിലിൻ്റെ സാധനങ്ങൾ എടുത്ത് നമ്മളൊരു റോക്കറ്റിനകത്ത് കയറ്റി റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിനെ മ്യൂസിയത്തിൽ നിന്ന് നേരെ എടുത്ത് കടലിലേക്ക് തിരിച്ചു വന്ന് വീഴുമല്ലോ, അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ഇവിടുത്തെ SLS, അതായത് സ്പേസ് ലോഞ്ച് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് RS-25 എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ലിക്വിഡ് ഹൈഡ്രജൻ എഞ്ചിനാണ്. അത് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ 49 തവണ കൂടി എക്സ്ട്രാ ഉപയോഗിക്കാൻ, അതായത് ടോട്ടൽ 50 തവണ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ സമയം ലാഭിക്കാൻ വേണ്ടി കുറച്ച് പഴയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇതിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്തു. സോ ഇതിനെ ഒറ്റ തവണ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റിയാണ് ഇപ്പോൾ ഈ ആർടെമിസ് 2 ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയം നമുക്ക് സത്യം പറഞ്ഞാൽ കുളിർമ ഉണ്ടാകും. കാര്യം ഇത്രയും വലിയൊരു സാധനം നമ്മൾ ഈ കാണുന്ന പോലെയൊന്നും അല്ല. ഈ വിഷ്വൽ കാണുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇതൊരു ഭയങ്കരമായിട്ടുള്ള റോക്കറ്റാണ്. അതിന് ഏറ്റവും മുകളിൽ മനുഷ്യനിങ്ങനെ ഇരിക്കുകയാണ്, റിയൽ മനുഷ്യർ 4 പേരിങ്ങനെ ഇരിക്കുകയാണ്. പലരും ഇതുപോലെ തന്നെയായിരുന്നു ഈ ചലഞ്ചറിൻ്റെയൊക്കെ ലോഞ്ച് കണ്ടത്. അപ്പം എന്ത് സംഭവിക്കുമെന്നൊരു പിടിയില്ല.
സോ ഇതിങ്ങനെ വേർപെടുന്ന സമയത്ത്, അതായത് റോക്കറ്റ് ഇങ്ങനെ ലോഞ്ച് പാഡിൽ നിന്ന് വേർപെടുന്ന സമയം പിന്നെ നമുക്കൊരു റിട്ടേൺ ഇല്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ഡൈനാമിക് സ്റ്റിക്ക് പോലെയാണ്. നമ്മൾ ഈ ദീപാവലിക്കൊക്കെ ഉപയോഗിക്കുന്ന ബാണമില്ലേ, മുകളിലോട്ട് പോയി പൊട്ടിത്തെറിക്കുന്ന. അതുപോലെ കുറച്ച് കരിമരുന്നിന് തുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു അപ്ഗ്രേഡഡ് വെർഷൻ ആയിട്ടുള്ള ഫ്യൂവലാണ് ഈ ഒരു റോക്കറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഉപയോഗിക്കുന്നത്. അതായത് ഒരിക്കലും ഈ എഞ്ചിനിലേക്ക് തീ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഓഫാക്കാൻ പറ്റില്ല. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ലിക്വിഡ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്താൽ നമ്മൾ എഞ്ചിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന പോലെ, അതായത് പെട്രോളും ഡീസലൊക്കെ നിർത്തുന്ന പോലെ തീ ഓഫാക്കി എടുക്കാൻ പറ്റും. പക്ഷേ സോളിഡ് റോക്കറ്റ് ബൂസ്റ്റർ ആണെങ്കിൽ അത് കരിമരുന്നിന് തീ പിടിക്കുന്ന പോലെയാണ്. അപ്പോൾ അത് കത്തിക്കഴിഞ്ഞാൽ കുത്തനെ അതിശക്തമായിട്ട് പൊങ്ങും. ഈ പൊങ്ങുന്ന സമയത്ത് പിന്നെ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗ്ഗം മാത്രമേ ഉള്ളൂ. ലോഞ്ച് അബോർട്ട് സിസ്റ്റം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും ടോപ്പിലുള്ള സാധനം. ആക്ച്വലി ആ ഏറ്റവും ടോപ്പിൽ ആ മനുഷ്യ ഇരിക്കുന്ന ഭാഗത്ത് എത്തിക്കാനാണ് ഇത്രയും ഭീകരമായിട്ടുള്ളൊരു ടവർ മുകളിലോട്ട് പൊങ്ങിപ്പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടമുണ്ടായി, അല്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ അതിൽ ചെറിയ ഒരു സ്ഫോടനം നടന്ന് അത് അവിടെ നിന്ന് പൊട്ടിച്ച് അതിനകത്തുള്ള സെൽഫ് സസ്റ്റെയിനിങ് റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യരെ കൃത്യം മുകളിലേക്ക് തെറിപ്പിച്ചിട്ട് താഴേക്ക് കൊണ്ടുവന്നാണ് ഇൻ കേസ് ലോഞ്ച് സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരെ രക്ഷിക്കുക. അതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, ലോഞ്ചിൽ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്: നമ്മൾ ചന്ദ്രനിൽ സ്ഥിരതാമസമാക്കാനാണ് പോകുന്നത് എങ്കിൽ, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഓരോ തവണയും കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നശിപ്പിച്ച് കളയുന്ന ഇത്തരം റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്? റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റ് ഉപയോഗിച്ചാൽ പോരെ? ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആർത്തമിസ് 2 ക്രൂ ചന്ദ്രനിലേക്ക് എത്തിയിട്ടില്ല. അവർ ഭൂമിക്ക് ചുറ്റുപാടുമുള്ള ഒരു ഹൈ എർത്ത് ഓർബിറ്റിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 70,000 കിലോമീറ്റർ ഉയരത്തിലുള്ളൊരു വൃത്തമാണ്. അപ്പോൾ ഇതാണ് ഭൂമിയെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു 70,000 കിലോമീറ്റർ ദൂരത്തിലുള്ളൊരു വൃത്തമായിട്ടാണ് അതിങ്ങനെ കറങ്ങുന്നത്. അതിങ്ങനെ കറങ്ങി പിന്നെ 30,000 താഴെ വരും, വീണ്ടും 70,000 പോകും. ഇത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിൽക്കുന്ന ഒരു പാതയൊന്നും അല്ല. അതിനേക്കാൾ 200, ഭൂമിയിൽ നിന്ന് ISS നിൽക്കുന്ന ഹൈറ്റിനേക്കാൾ 200 മടങ്ങ് ഹൈറ്റ് കൂടുതലാണ് അവർ ഭൂമിയെ ചുറ്റാൻ പോകുന്നത്. സോ അവിടെ അവർ കുറച്ച് കറങ്ങി കാത്തിരിക്കും. എന്തിനാണെന്നറിയാമോ? അതിൻ്റെ കാരണം അറിയാൻ ഓറിയോണിലെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം നമ്മൾ മനസ്സിലാക്കണം. ഈ ഓറിയോണാണ് മനുഷ്യനെ കൊണ്ടുപോകുന്ന സാധനത്തിൻ്റെ പേര് കേട്ടോ. ഞാനത് ആദ്യം മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. സോ ഓറിയോണിലെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയാം. ആദ്യമായിട്ടാണ് മനുഷ്യൻ ഈ ക്യാപ്സ്യൂളിലെ സംവിധാനങ്ങൾ ഇത്രയും ദീർഘകാലം ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇവിടുന്ന് ചന്ദ്രനിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് എന്തെങ്കിലും ചോർച്ചയോ മറ്റോ ഉണ്ടായാൽ രക്ഷപ്പെടുക ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് അടുത്തുള്ള ഈ ഒരു ലൂപ്പിൽ കുറച്ച് നാൾ കറങ്ങുമ്പോൾ എന്തെങ്കിലും പ്രശ്നം, ചന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്തിട്ട് മനുഷ്യനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ആ സമയത്ത് തന്നെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്നൊരു ടൈം കൂടിയാണ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട്, വാൻ ആലൻ റേഡിയേഷൻ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു കോട്ടിങ് ഭൂമിക്ക് ചുറ്റുപാടും ഉണ്ട്. അപ്പോൾ അത് സൂര്യനിൽ നിന്ന് വരുന്ന പാർട്ടിക്കിളുടെയും മറ്റുമൊക്കെ തന്നെ ഡിഫ്ലക്റ്റ് ചെയ്യുകയും ട്രാപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഭയങ്കര ചാർജുള്ള ഒരു ഏരിയ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിശക്തമായിട്ടുള്ള പ്രോട്ടോണുകൾ ഈ വാഹനത്തിൻ്റെ മുകളിൽ എപ്പോഴും വന്നിടിക്കും. ഈ ഒരു ക്യാപ്സ്യൂൾ നിയന്ത്രിക്കുന്നവരെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് വിക്ഷേപണം കഴിഞ്ഞ് ഏകദേശം 3.5 മണിക്കൂർ കഴിയുമ്പോൾ ഉള്ളൊരു പാർട്ടാണ്. അത് നമുക്ക് പിന്നീട് കാണാൻ പറ്റും. അത് അനിമേഷനിലാണ് അവർ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ. അതായത് ഓറിയോൺ റോക്കറ്റിൽ നിന്ന് വേർപെടും. ഈ വലിയ റോക്കറ്റ് പല ഘട്ടങ്ങളായിട്ട് സ്പ്ലിറ്റായി മോളിൽ പോയിട്ട് അവസാനം ഇവർ ഈ മനുഷ്യനിരിക്കുന്ന ഭാഗമായിട്ടുള്ള ഓറിയോണിനെ മാത്രം ഡിറ്റാച്ച് ചെയ്യുന്ന ഒരു സീനുണ്ട്. പൈലറ്റ് വിക്ടർ ഗ്ലോവർ ക്യാപ്സ്യൂളിനെ പഴയ റോക്കറ്റിന് ചുറ്റും മാനുവലായിട്ടൊന്ന് പറപ്പിക്കണം. ഇതിനെയാണ് പ്രോക്സിമിറ്റി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് എന്തിനാണ് ഈ പഴയ റോക്കറ്റിന് ചുറ്റും കറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത തവണ അവർക്ക് സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പുമായിട്ട് സ്പേസിൽ വെച്ച് കണക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇപ്പോൾ അതില്ല, പക്ഷേ അടുത്ത തവണ സ്പേസ് എക്സുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പരീക്ഷണാർത്ഥം ഇപ്പോഴേ അവർ ബഹിരാകാശത്ത് വെച്ച് ട്രൈ ചെയ്യാണ്. 1970-കൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല. അതായത് ഭൂമിയിൽ നമ്മൾ സിമുലേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകുന്നൊരു സാധനം സ്പേസിലെ വേറൊരു സാധനമായിട്ട് ഡോക്ക് ചെയ്ത് അവിടെ ചെന്ന് ഇന്ധനമൊക്കെ ഫില്ല് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് പോകുക എന്ന് പറയുന്നത് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ഈ ഡോക്കിങ്ങിൻ്റെ കുറേ മെക്കാനിസംസ് തിരിച്ചറിയണം. ഏകദേശം 25,000 കിലോഗ്രാം ഭാരമുള്ളൊരു പേടകത്തെ ഒരു സർജൻ്റെ കൃത്യതയോടുകൂടിയാണ് ക്യാപ്റ്റൻ ഗ്ലോവർ കൺട്രോൾ ചെയ്യുക എന്നെനിക്ക് തോന്നുന്നു. സോ ഈ ആർത്തമിസ് 2 വിക്ഷേപിക്കാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ജാരഡ് ഐസക്മാനാണ്. പുള്ളിക്കാരൻ ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം സ്പേസിൽ പോയിട്ടുള്ളൊരു പൈലറ്റാണ്. ഐസക്മാന് മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് സത്യത്തിൽ ചൈനയാണ്. 2030 ചന്ദ്രനിൽ ഇറങ്ങാൻ ചൈന വളരെ വേഗത്തിൽ നീങ്ങുന്നുണ്ട്. $4 ബില്യൺ ചിലവാകുന്ന SLS റോക്കറ്റിന് സ്പേസ് എക്സിനെ പോലെയുള്ള കമ്പനികളുടെ കുറഞ്ഞ റോക്കറ്റിനോട് മത്സരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ നിലവിലുണ്ടായിരുന്നു. പക്ഷേ ലോകത്തിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ക്രൂവിലുള്ളത്. അവർ നിൽക്കുന്നത് 2 കാലഘട്ടത്തിനിടയിലാണ്. സ്റ്റാർഷിപ്പിനെ പോലെയുള്ള വലിയ റോക്കറ്റുകൾ സ്പേസ് എക്സ് നല്ല രീതിയിൽ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്പേസ് ലോഞ്ച് സിസ്റ്റത്തിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാവണമെന്നില്ലല്ലോ. ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ളത് അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ചാണ്.
ഒരു 4 പേര് ഒരു ചെറിയ ടിൻ ക്യാനിനുള്ളിൽ കഴിയുമ്പോൾ, അതും 10 ദിവസം യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് അവർക്ക് വായുവിൻ്റെ ആവശ്യമുണ്ട്, ഭക്ഷണം, അവരുടെ വേസ്റ്റ് കൈകാര്യം ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഇവർ 10 ദിവസം ചെയ്യണം. മാത്രമല്ല അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ വളരെ കുറവാണ്. നമ്മൾ ഒരു ചെറിയ ഒരു അത്യാവശ്യം ഒരു എസ്‌യുവിക്കകത്ത് കയറിയിരുന്ന് പോകുന്ന പോലെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല 3,00,000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് തിരികെ വരാൻ ഒരു ബാക്കപ്പ് പ്ലാനും നമ്മുടെ കയ്യിലില്ല. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഭൂമി, ചന്ദ്രൻ. ചന്ദ്രനൊരു ഫാർ സൈഡ് ഉണ്ട് ഭൂമിയിലിരുന്നാൽ കാണാൻ പറ്റാത്തെ. ഈ ഫാർ സൈഡിലേക്ക് പോയിട്ട് കറങ്ങി വരുന്നൊരു പ്രോസസ്സുണ്ട്. ചന്ദ്രൻ്റെ മറുവശമാണ്. അപ്പോൾ ഒരിക്കലും ചന്ദ്രൻ്റെ മറുവശത്ത് നിൽക്കുന്നവർക്ക് ഭൂമിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. കുറേ മണിക്കൂർ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ കറങ്ങി വരണം. ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് ഈ ലോകത്ത് ആർക്കും അറിയില്ല. അവർക്ക് നമ്മളെ കണക്ട് ചെയ്യാനോ നമുക്ക് അവരെ കണക്ട് ചെയ്യാനോ പറ്റാത്ത രീതിയിൽ ആ 4 മനുഷ്യർ ഒറ്റപ്പെട്ടു പോകും. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം, ഇതൊക്കെ പണ്ടേ ചെയ്തതാണെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം നാസ ഇത്രയും പണം ചെലവാക്കുമോ? അതോ അവിടെ കഴിയുന്ന ഓരോ നിമിഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ട് പണ്ട് യുദ്ധത്തിന് ജയിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മൂൺ ലാൻഡിങ്ങിന് പകരം വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് ചന്ദ്രനെ ഒരു സ്ഥിരം ബേസ് ആക്കി മാറ്റി പിന്നെ അവിടെ നിന്ന് മനുഷ്യനെ ചൊവ്വയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പ്ലാനുകൾ നടപ്പിലാക്കാനുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോളോ ദൗത്യത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അപ്പോളോ ദൗത്യത്തിൻ്റെ 2ാം വെർഷൻ അല്ല. മനുഷ്യനെ കൊണ്ട് എന്ത് പറ്റുമെന്ന് കാണിക്കൽ മാത്രമല്ല, ഇനി ഞങ്ങൾ മുന്നോട്ടത് ചെയ്യാൻ പോവുകയാണെന്നും ഭൂമിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പോലും മനുഷ്യന് മാറി താമസിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ മനുഷ്യന് ഭൂമി അല്ലാതെ മറ്റ് ഗോളങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. 3-3.5 ലക്ഷം കിലോമീറ്റർ യാതൊരു ബാക്കപ്പും ഇല്ലാതെ മനുഷ്യരെ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അവരുടെ മാനസികാവസ്ഥയും തിരിച്ചു വരുമോ എന്നുള്ള ഉറപ്പ് പോലും ഇല്ലാത്ത യാത്രയൊക്കെയാണത്. എന്തായാലും അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സൂപ്പറാണ്. ഇത് വിജയിച്ച് തിരിച്ചു വരട്ടെ. അതിനുശേഷം മനുഷ്യൻ ചന്ദ്രനിൽ വീണ്ടും കാലുകുത്തട്ടെ. അന്ന് കാലുകുത്തുമ്പോൾ 54 വർഷങ്ങൾക്ക് മുമ്പ് പല മനുഷ്യരവിടെ കയറി ഇറങ്ങിയതിൻ്റെ പാടുകളും അവശിഷ്ടങ്ങളും ഒക്കെ വീണ്ടും ചിത്രങ്ങളെടുത്ത് അതിൽ ചിലതൊക്കെ റിക്കവർ ചെയ്യാനൊക്കെ സാധിക്കുമ്പോൾ വലിയ കോൺസ്പിറസി തിയറികളൊക്കെ, അതായത് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്ന വലിയ കോൺസ്പിറസി തിയറിയൊക്കെ ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിക്കാം.